ദാ നോക്കിയേ, നമ്മുടെ വീട്ടിലെ തേൻ വരിക്കച്ചക്കയാണ് ഇത്. വേണ്ടേ, ഇത് കണ്ടോ, വിളഞ്ഞിട്ടും ഒന്നുമില്ല. ഇത് വിളഞ്ഞു കഴിഞ്ഞിട്ട് വേവിക്കാനും വറക്കാനും ഒക്കെ സൂപ്പർ സാധനം കേട്ടോ. പക്ഷെ നല്ല പുളിയൂറുമ്പോൾ ഇവിടെ കടിച്ച് പൊട്ടിക്കും. അപ്പോൾ ഇതൊന്ന് വിളഞ്ഞിട്ട് വേണം എനിക്കൊന്ന് വറുത്ത് അല്ലിക്കുട്ടന് കൊടുക്കാനില്ലേ. ആ വേണ്ടേ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഒരെണ്ണം ഉണ്ട് ഇവിടെ, വേണ്ട വിളവായി വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിവിടെ നിന്നൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഈ വീഡിയോക്കകത്തൊക്കെ കാണത്തില്ലേ പ്ലാവേ നിന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആഗ്രഹത്തെ ഇരിക്കുവാണ്. ഭയങ്കര പുളി കുറുമ്പ്. ഇതൊക്കെ ഇത് കണ്ടോ, ഇത് നമ്മുടെ വളർന്നു വന്നിരിക്കുന്ന കുട്ടിപ്ലാവാണ്. ഇത് വിയറ്റ്നാം ഏർലിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്, അളിഞ്ഞു പോയിട്ട് കുഞ്ഞായിട്ട് നമുക്ക് 3-4 ചുള കിട്ടിയതായിരുന്നു കേട്ടോ. ഇനി നമുക്ക് വേറെ ഒരെണ്ണം കാണാം, അതാ സൂപ്പർ. വാ ഉണ്ട്. ഇത് ഏത് വരിക്കാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ സംഭവം പൊളിയാൻ നല്ല നീളവും വലിപ്പമുള്ളതാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, എൻ്റെ കൈയുടെ ഇവിടം വരെ ആയിട്ടുണ്ട് ചക്ക. ഇനി താഴോട്ട് വരും. ഇത് വിളഞ്ഞിട്ടും ഒന്നുമില്ല. മഴക്കാലം ആകുമ്പോഴേ ഇതിനൊരു വിളവ് വരുത്തുള്ളൂ. പക്ഷേ അടിപൊളിയായി ഇതും. ഇനി നമ്മുടെ കൂഴയെ കാണാം. വാ, നമ്മുടെ കൂഴച്ചക്ക. പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ മക്കളെ പൊളി ടേസ്റ്റാണ്. വേവിക്കാനും കൊള്ളാം, വറക്കാൻ ഒരുപാട് വിളഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പം ഇതാണ് നമ്മുടെ വേറൊരു ചക്കമരം. ഇനി നിങ്ങൾക്ക് കുളത്തിൽ കായ്ച്ചു കിടക്കുന്ന ചക്ക കാണണോ? കിട്ടത്തേ ഇല്ല. വാ കാമോ, നമ്മുടെ കുളത്തിൻ്റെ വാതിക്കൽ കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, താഴെ ഒരെണ്ണം ഉണ്ട്. ഇത് കണ്ടോ, ഈ പ്ലാവിലെ ചക്കയെല്ലാം നമുക്ക് മഴയത്താണ് കിട്ടുന്നത്. പക്ഷേ ഒന്നും കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല, കിട്ടുമായിരിക്കാം. ആകെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് 2ാമത്തെ ട്രിപ്പാണ് ഇത് കായ്ച്ചു കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാവുകൾ, ചക്കമരങ്ങൾ. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ചക്ക ചോദിക്കുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചക്ക വിളഞ്ഞാൽ തരുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേട്ടാ ബൈ, സീ യു.